കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടുകയാണ് കോന്നി കുമ്മണ്ണൂർ നിവാസികൾ. വീട്ടുമുറ്റത്തേക്ക് പോലും വന്യമൃഗങ്ങൾ എത്തുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളത്. 2 ദിവസം മുൻപ് കുമ്മണ്ണൂർ വാർഡിലെ മുൻ മെമ്പർ നസീമ ബീവി കാട്ടാനയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടുകയാണ് കോന്നി കുമ്മണ്ണൂരുകാരുടെ ജീവിതം. അധികാരികൾക്ക് മുമ്പിൽ പലതവണ പരാതി പറഞ്ഞെങ്കിലും ഒരു പരിഹാരവുമില്ല. കേരളത്തിൽ മറ്റിടങ്ങളിൽ ഉള്ളതുപോലെ തന്നെ കോന്നി കുമ്മണ്ണൂരിലും വന്യജീവി ശല്യം രൂക്ഷമാണ്. ഇവിടുത്തെ പ്രധാന വില്ലൻ ആനയാണ്. നേരമിരട്ടിയാൽ ആനപ്പേടിയിലാണ് ഇന്നാട്ടുകാർ. 2 ദിവസം മുൻപ് കുമ്മണ്ണൂർ വാർഡിലെ മുൻ മെമ്പർ നസീമ ബീവി കാട്ടാനയുടെ മുന്നിൽ നിന്നും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. രാത്രി 12:15 അടുപ്പിച്ച വലിയൊരു സൗണ്ട് കേൾക്കുകയും ഞാൻ എഴുന്നേറ്റ് എന്താണെന്ന് നോക്കാൻ വേണ്ടി വെളിയിലേക്ക് ഇവിടാണ് ആന വന്നത്. വളരെ പെട്ടെന്ന് ഞാൻ പേടിച്ചു പോവുകയും ഇവിടെ അടുത്ത ഒരാളിനെ ഇൻഫോം ചെയ്തിട്ട് ഞാൻ പേടിച്ചിറങ്ങി ഓടി അടുത്ത വീട്ടിലേക്ക് പോവുകയും നിരന്തരമായിട്ട് ഈ ആനയുടെ ശല്യമാണ് ഇവിടെ. പക്ഷെ ആന ഒരു കൈ ഒരു തുമ്പിക്കൈയുടെ അകലത്തിൽ നിന്ന് ഞാൻ എൻ്റെ മരണത്തിൽ നിന്നാണ് ഞാൻ രക്ഷപ്പെട്ടത്. ആ സമയത്ത് വന്യജീവി ശല്യം വനംവകുപ്പ് അധികൃതരെ അറിയിച്ചാൽ പേരിന് വന്നു പോകുന്നതിനപ്പുറം നടപടി ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കാര്യങ്ങൾ ഇങ്ങനെ തുടർന്നാൽ വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ പോയിരിക്കാനാണ് ഇവരുടെ തീരുമാനം. ആനയുടെ ശല്യം അതിഭീകരമായി വർദ്ധിച്ചിരിക്കുകയാണ്. ഒരാളുകൾക്കും കിടന്ന് സ്വൈര്യത്തോടെ ഉറങ്ങാൻ കഴിയില്ല. എല്ലാ ആളുകളുടെയും വീടിന്റെ മുറ്റത്ത് വന്ന് ഈ ആന നിരന്തര ശല്യമാണ്. വനം വകുപ്പ് ഇക്കാര്യത്തിൽ ഫലപ്രദമായി ഇടപെടുന്നില്ലെന്നാണ് ഞങ്ങളുടെ ആക്ഷേപം. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിന് ശാശ്വത പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഇവിടുത്തെ കുമ്മണ്ണൂരിലെ മുഴുവൻ ജനങ്ങളെയും വിളിച്ചു ചേർത്തുകൊണ്ട് വലിയ പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുകയാണ്. പ്രദേശത്ത് ഫെൻസിംഗ് ഉൾപ്പെടെ സ്ഥാപിച്ച് അടിക്കാടുകൾ വെട്ടിത്തെളിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഇതിവിടെ മാത്രം നടക്കുന്ന ഒറ്റപ്പെട്ടൊരു സംഭവമല്ല. കേരളമാകെ വന്യജീവി ശല്യത്തിൽ പൊറുതിമുട്ടുകയാണ് മനുഷ്യർ. ഇക്കാര്യത്തിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കേണ്ടത് വനം വകുപ്പിന്റെ ബാധ്യതയാണ്. വിജയശങ്കർ, 24, പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ.